ഈ പാലവും ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ മുന്നോടിയായുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സ്ലാബിന് വേണ്ടിയുള്ള കമ്പിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അറപ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ആണ് കോൺക്രീറ്റ് നടക്കാത്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്, രാമനാട്ടുകര ഭാഗത്ത്. ഇവിടുന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടം വരെയാണ് പോകുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാം പുതുതായിട്ട് ഇവിടെയൊക്കെ മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു കാഴ്ച. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പുതുതായിട്ട് എന്തൊക്കെയാണ് ഹൈവേയിൽ വന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇവിടെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻറ്റ് ചെയ്ത് ലൈറ്റുകൾ വെച്ച് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് അവിടുന്ന് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. ഇവിടെ ഒരു യൂ ടേണൊക്കെ എടുക്കുന്നുണ്ട് ആളുകൾ. എന്താണെന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു യൂ ടേൺ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതോ ഇത് കംപ്ലീറ്റ് ആവാതെ വെച്ചതാണെന്ന് അറിയില്ല. ഫ്ലൈ ഓവർ പഴയ ഫ്ലൈ ഓവർ അതേ രീതിയിൽ തന്നെയാണെങ്കിലും പക്ഷേ ഇതുപോലുള്ളൊരു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ഭാഗം വിട്ടിട്ടില്ല എന്നല്ല, അവിടെ ഇല്ല. അതാണ് പഴയ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വരുന്നിട്ടുള്ള ഒരു ചെറിയ കുറവ്. ബാക്കി ഫ്ലൈ ഓവർ പഴയതാണെങ്കിലും
വീതിയിലൊന്നും മാറ്റം വന്നിട്ടില്ല. അതാണ് നമുക്ക് പുതുതായിട്ടുള്ള കാഴ്ച അവിടെ നിന്നുള്ള കാണാൻ പറ്റിയത്. ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം. നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ലൈൻ മാർക്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയാണ് വാഹനങ്ങൾ യൂ ടേൺ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു ബൈക്കൊക്കെ വരുന്നത്. ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ യൂ ടേൺ എടുക്കുന്നുണ്ട്. അതൊരു അപകടം വരുത്തുന്നൊരു കാഴ്ചയാണ്. അല്ല, വരാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടെയാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അറപ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഇനി മെയിനായിട്ടുള്ള വർക്കുകൾ മുകൾ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുകൾ ഭാഗത്ത് പോയിട്ടൊന്ന് നോക്കാം. ഇവിടെ താഴെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഫില്ലറുകളും വെച്ച് അതിൻ്റെ മുകളിൽ പാലം തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഈ റോഡിൻ്റെ വർക്കാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് താഴേക്ക് വരുന്നതാണ്. ഈ ഭാഗത്ത് വരുമ്പോൾ കാണാം ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ ഇവരുടെ വർക്കിങ്ങിൻ്റെ ആവശ്യത്തിനുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്പേസും കൂടെയാണ്. വണ്ടികൾ കൊണ്ടുവന്ന് തിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള. അതുപോലെ ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലാണ് ഇവിടുത്തെ വർക്കേഴ്സൊക്കെ താമസിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ഓരോ ഷെഡുകളൊക്കെ കാണാം. ഇതാണ് പാലത്തിൻ്റെ ആവശ്യത്തിനുള്ള വർക്കിനുള്ള കമ്പികളൊക്കെ കൂട്ടിയിട്ടത് കാണാം ഇവിടെ. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് കോൺക്രീറ്റിൻ്റെ ഒരു വാള് വരുന്നത്. പാലവും റോഡും കൂടി തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് വാളാണ് വരുന്നത്. ഇനി ഈ ഭാഗത്ത് മണ്ണ് നിറക്കലായിരിക്കും. അതിൻ്റെ തുടക്കം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും കൊണ്ടുള്ള ഭാഗത്ത്. ഇനി നമുക്കൊന്ന് പാലത്തിൻ്റെ മുകളിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് പാലത്തിൻ്റെ മുകളിൽ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ്, ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് നടക്കാത്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റിന് മുന്നോടിയായിട്ടുള്ള കമ്പി കെട്ടുന്നതും വെൽഡിങ് ചെയ്യുന്നതും അങ്ങനത്തെ വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇനി നടക്കേണ്ടതുള്ളത്. അതിൻ്റെ സൈഡിൽ ഇതുപോലുള്ള ഫില്ലറുകളാണ് കൊടുക്കുന്നത്. നമ്മുടെ ആ പാലത്തിനെ പോലെയുള്ള ഒരു സൈഡിൽ ഒരു ഫില്ലർ ആണ്. അങ്ങനെ ഒരു ഇവിടെ ഒരു ഫുട്പാത്ത് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാലം തന്നെയാണ്. ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള പഴയ പാലത്തിൽ ഫുട്പാത്ത്
അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല, റോട്ടിൽ തന്നെ ഒരു ഭാഗത്താണ് സൈഡിൽ കുറച്ച് വീതിയിൽ കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഫുട് പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിങ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ടാറിങ് ആയിരിക്കും വരാനുള്ളത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഇനി വരാനുള്ളത്. പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. അറപ്പുഴ പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഹൈലൈറ്റ് മാളിൻ്റെ അതുവരെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അറപ്പുഴ പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലൈൻ മാർക്കിങ്, ലൈറ്റിൻ്റെ കാല്, സ്ക്രാച്ച് ബാരിയർ പെയിൻറ്റ് ചെയ്യുക, എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് 100-120 ആളുകൾ വാഹനം ഓടിക്കുന്നത്. ഇതിലൊരു തെറ്റായൊരു കാഴ്ച കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, കുറേ പേര് ഇതിൻ്റെ ഇടയിൽ കൂടെ റോങ് സൈഡായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള റോട്ടിലൂടെ റോങ് സൈഡായിട്ട് വാഹനം ഓടിച്ചാൽ വളരെ വലിയ അപകടമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ റോങ് സൈഡായിട്ടൊക്കെ വാഹനം ഓടിക്കുന്നുണ്ട്. 100-120 വരുന്ന വാഹനത്തിൻ്റെ മുന്നിലൂടെ റോങ് സൈഡായിട്ട് വന്നിട്ട് ആക്സിഡൻറ്റുകൾ ഉറപ്പായിട്ടുണ്ടാകും. ഒരിക്കലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാരം വാഹനങ്ങൾ വരിക. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാഹനം ഓടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഹൈലൈറ്റ് മാളിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന്. മറ്റൊരു കാഴ്ച എന്താ പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അധികം ആളുകൾ റോഡിൻ്റെ ഈ സൈഡിൽ വാഹനം നിർത്തിയിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഈ സൈഡിൽ വാഹനം ഇപ്പം നിർത്താൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അത്രക്കും മൂത്രം മണക്കുന്നൊരു അവസ്ഥ. ഇപ്പം മുന്നിൽ തന്നെ ഒരു വണ്ടി അവിടെ നിർത്തിയത് കാണാം നമുക്ക്. ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ട് ആളുകൾ റോഡ് സൈഡിൽ മൂത്രമൊഴിക്കുന്നൊരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പമ്പുകൾ, പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ആരും നോക്കാതെ അവർക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു. ആളുകൾ പഠിക്കാത്തത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് വളരെ മോശമായ കാര്യങ്ങളാണ്.
ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പന്തീരങ്കാവ് ഭാഗത്താണ്. പന്തീരങ്കാവ് ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ മർജിങ് പോയിന്റ് ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഫ്ലൈ ഓവർ വരുന്നത്. ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്തൊന്നും മർജിങ് പോയിന്റ് ഉണ്ടാവും തോന്നില്ല. ഇപ്പം മർജിങ് പോയിന്റ് കുറച്ച് വീതി കുറഞ്ഞ വളവിൽ ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇതിൻ്റെ ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാം. നമുക്ക് വളരെ നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് മുന്നോട്ട് നോക്കുമ്പോഴാണ് ലൈൻ മാർക്കിംഗ് ഒക്കെ കാണുന്നത്. ഇങ്ങനെ ഫ്ലൈ ഓവർ വരുന്ന ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈവേയിൽ വരുന്ന മറ്റൊരു ചെറിയൊരു പാലാണ് മാമ്പുഴ പാലം. ഡക്കാത്തിലോൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ഈ ഭാഗത്തുള്ള ഈ പാലത്തിൻ്റെ തോടിൻ്റെ കുറുകെയുള്ള ഒരു പാലാണ്. ഇതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും ഒരു ഫുട്പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുട്പാത്തൊക്കെ കാണാം. ഭാഗത്താണ് ഇപ്പോൾ റോഡ് ലെവൽ ചെയ്ത് ഫസ്റ്റ് സിമെൻറ്റ് മിക്സ് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഇനി ടാറിങ് കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ വന്നത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാഴ്ച ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ ഇതുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വർക്ക് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാഴ്ചകൾ ഹൈലൈറ്റ് മാൾ വരെ പോകുമ്പോൾ ഇനി ഇവിടെ മറ്റൊരു അണ്ടർപാസും കൂടെ വരുന്നുണ്ട് മുന്നിൽ. അവിടെ അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ റോഡും ഈ പാലവും ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ മുന്നോടിയായുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സ്ലാബിന് വേണ്ടിയുള്ള കമ്പിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമെൻറ്റ് മിക്സ് ചെയ്യാനും ബാക്കിയുള്ള ടാറിങ് വർക്കും തുടങ്ങാനും മാത്രമേ ഉള്ളൂ. പഴയ ഹൈവേ ഒക്കെ കാണാം, അതിലൂടെ വാഹനം പോകുന്നത് ഏകദേശം ആ ലെവൽ തന്നെയാണ് ഇവിടെയൊക്കെ തോന്നുന്നത്. കൂടുതലൊന്നും മണ്ണ് ഇനി ഇവിടെ കയറാനില്ല തോന്നുന്നത്. ഇവിടെ കാണാം നമുക്ക് ക്രാഷ് ബാരിയർ സൈഡിൽ ഈ ഭാഗത്ത് കാണാം. നമുക്ക് ഈ ഹൈറ്റിലേക്കാണ് ഇനി മണ്ണ് ഇടാനുണ്ടാവുള്ളൂ. കാണാം നമുക്ക്. ബാക്കിയുള്ള അവിടെയുള്ള വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം.
നമുക്ക് കാണാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ട് നല്ല ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാമ്പുഴ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്ന ഒരു ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയ ഭാഗത്ത് ലെവൽ ചെയ്ത ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ കൊണ്ടുവന്ന് വെച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പഴയ റോഡ് കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ താഴ്ന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ അണ്ടർപാസ് ആയതുകൊണ്ട് കുറച്ച് ഭാഗം ഇവിടെ പൊങ്ങിയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് പഴയ റോട്ടിൽ കൂടെ വാഹനങ്ങളൊക്കെ വരുന്നത് കാണാം. നല്ല സ്പീഡിൽ തന്നെ വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഒറ്റ ലൈനിൽ പോകാൻ പറ്റുള്ളൂ, അതങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് ഇവിടെ സിമെൻറ്റ് മിക്സ് ചെയ്യാനും ടാറിങ്ങിൻ്റെ ഒരുക്കങ്ങളായിട്ടുണ്ട്. അത്രത്തോളം വേഗത്തിൽ ഇവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുമ്പോൾ അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് ഈ മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഭാഗത്തേക്ക് വരുമ്പോൾ ക്രാഷ് ബാരിയറിന് ചെറിയൊരു ഡിസൈൻ മാറ്റം വരുന്നുണ്ട്. ഒരു നല്ലൊരു മാറ്റമായി തോന്നി. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ വന്നതിൻ്റെ ശേഷം ഒരു ചെറിയൊരു കട്ടിങ് ആണ്. മറ്റേത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ വരുന്നത് ഇങ്ങനെ ഒരു കർവായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ ഒരു സർവീസ് റോഡുണ്ട് ഇതിൻ്റെ സൈഡിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർപാസ് കടന്ന് വരാനുള്ള ഒരു സർവീസ് റോഡാണിത്. പിന്നെ ഈ ഭാഗത്തും ഒരു ചെറിയ റോഡ് കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ പോകാനുള്ളതായിരിക്കാം. ഇങ്ങോട്ടൊരു ചെറിയ റോഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ. ഇതാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.